ഹായ്, +2 ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞു അല്ലേ? ഒരു എഞ്ചിനീയർ ആവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷേ അതിനി എന്ത് ചെയ്യണം എന്നിപ്പോഴും നിങ്ങൾക്കൊരു തീരുമാനമായിട്ടില്ല എങ്കിൽ അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. JEE അഥവാ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ പ്രീമിയം എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള NITകളിലേക്കും IITകളിലേക്കും IIITകളിലേക്കുമൊക്കെയുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് JEE സ്കോറിൻ്റെ ബേസിസിലാണെന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അല്ലേ? കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഈ എഞ്ചിനീയേഴ്സിൽ എത്ര പേർക്ക് ഒരു നല്ല പാക്കേജോട് കൂടിയുള്ള ജോലിയുണ്ട് നമ്മൾ ആലോചിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയുള്ള ആളുകളാണെങ്കിൽ തന്നെയും അവർക്ക് എത്രത്തോളമാണ് പാക്കേജ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇനി ഞാനും ഒരു എഞ്ചിനീയർ ആവണോ എന്ന് നമ്മൾ ഒരു സംശയം പ്രകടിപ്പിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എഞ്ചിനീയർ ആവണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, NIT, IIT അല്ലെങ്കിൽ IIIT. ഈ സ്ഥാപനങ്ങളിൽ പഠിച്ച് നിങ്ങളൊരു എഞ്ചിനീയറായി മാറിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ എഞ്ചിനീയേഴ്സിന് ഇല്ലാത്ത ഒരു കാര്യമുണ്ടല്ലോ, നല്ല പാക്കേജോട് കൂടിയുള്ള ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതാണ് നിങ്ങളെ ഈ 3 സ്ഥാപനങ്ങളിലും കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരു എഞ്ചിനീയർ ആവണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എഞ്ചിനീയർ ആവണം എന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, നിർബന്ധമായും നിങ്ങൾ സ്വപ്നം കാണേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രീമിയം എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള NITസോ IITസോ IIITസോ ആവണം. അപ്പോൾ അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച JEE പരീക്ഷ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 മാസമാണ് JEEക്ക് അല്ലെങ്കിൽ JEEയുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷന് വേണ്ടി നമ്മുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളത്. ഓരോ വർഷവും NTA 2 ഫേസുകളിലായിട്ടാണ് JEE എക്സാമിനേഷൻ നടത്തുക. JEE മെയിൻ എക്സാമിനേഷൻ നടത്തുക. ഒരു ഫേസ് ജനുവരിയിലായിരിക്കും, അടുത്ത ഫേസ് ഏപ്രിലായിരിക്കും. ഇത് രണ്ടും കഴിഞ്ഞിട്ട് മെയ്യിലാണ് JEE അഡ്വാൻസ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ജനുവരിയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈ പേഴ്സൻറ്റേജിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ ചാൻസ് ഉള്ളത് നമുക്ക് ജനുവരി സെഷനിലാണ്. കാരണം കോമ്പറ്റീഷൻ കുറവായിരിക്കും. +2 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സെക്കൻഡ് ഫേസിലേക്ക് പോകുന്തോറും, ഏപ്രിലേക്ക് പോകുന്തോറും കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും. സോ നമ്മൾ എയിം ചെയ്യേണ്ടത് ഫസ്റ്റ് ഫേസ് എക്സാമിനേഷനാണ്. ആ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷന് ഇനി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത് ഇത് ജൂൺ മാസമാണ്. അതായത് ജൂൺ മാസം കഴിയാറായി. 6 മാസം സമയമാണ് നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ളത്. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ JEEയുടെ പ്രിപ്പറേഷൻ ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഈ വർഷം പോസിബിൾ ആവില്ല എന്ന് തിരിച്ചറിയണം. സോ ഇപ്പം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ് സൈലം ധീര 2.0 ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സൈലത്തെ സംബന്ധിച്ചിടത്തോളം സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ JEE റിപ്പീറ്റർ പ്രോഗ്രാമാണ് ധീര JEE എന്ന് പറയുന്നത്. സോ അതിൻ്റെ ആൾറെഡി ഒരു ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചാപ്റ്ററുകളൊക്കെ ആൾറെഡി കുറേ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറേ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു അല്ലേ, അതൊക്കെ ബാക്ക്ലോഗ്സ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യാനാണ് സൈലം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ധീര 2.0 എന്ന് പറയുന്നത്. സോ ആ ബാച്ചിലേക്ക് ഇപ്പോഴും അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങളൊരു തീരുമാനം എടുത്തില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ JEE എന്ന് പറയുന്നത്, NIT എന്ന് പറയുന്നത്, IIT എന്ന് പറയുന്നത്, IIIT എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിട്ട് 2027 അവശേഷിക്കും. സോ നമുക്കൊന്നുകൂടി ശ്രമിച്ചു നോക്കാം. നമുക്ക് ഗംഭീരമായി 2027 JEEക്ക് വേണ്ടി തയ്യാറെടുക്കാം. സോ ധീര 2.0 ബാച്ചിന്റെ ഓറിയന്റേഷൻ നടക്കാൻ പോകുന്നത് ജൂലൈ 5 ആദ്യത്തെ ക്ലാസ് ജൂലൈ 6 അപ്പോൾ ഇനിയും നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2027 JEE ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും. അടിപൊളിയാക്കണം. നമുക്ക് ക്ലാസ്സിൽ വെച്ച് നമുക്ക് കാണാം.